വിജയൻ സർക്കാർ വരണമെങ്കിൽ അമ്പലപ്പുഴയിൽ നിന്ന് സഖാവ് സലാം ജയിക്കണം. ജയിക്കാതിരിക്കണമെങ്കിൽ ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ ഒരു ദിവസം കണ്ടു, നമ്മുടെ എല്ലാ ഹൃദയത്തിലാണ് പുന്നപ്ര വയലാർ, നമ്മുടെ മണ്ഡപം, വലിയ ചുടുകാട്, മഹാരഥന്മാർ അന്തി ഉറങ്ങുന്ന സ്ഥലമാണ്. അവിടെ നോക്കുമ്പോൾ ഒരു ദിവസം ആ ഗേറ്റ് ചവിട്ടി തുറക്കുകയാണ്. ആരാണ് ചവിട്ടി തുറന്നത്? ചവിട്ടി തുറന്ന RSSകാരനാണ്. RSSകാർക്ക് ജി സുധാകരൻ നിർദ്ദേശം കൊടുക്കുകയാണ്, ഇവിടെ പാർട്ടി എരച്ച് RSSുമായി ആക്രമണം നടത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെടും. അതുകൊണ്ട് എവിടെ കയറണം? രക്തസാക്ഷികളുടെ നെഞ്ചത്ത് ചവിട്ടാൻ RSSകാരന് അനുമതി കൊടുത്ത നേതാവാണ് സുധാകരൻ. ഓർത്തോണം, നിങ്ങൾ ഓർത്തോണം. സംഘപരിവാറിന്റെ BJPയുടെ സന്ദീപ് വാചസ്പതി എന്ന് പറയുന്നയാൾ ചുമ്മാ തങ്ങുമെന്ന് നമ്മുടെ മണ്ഡപത്തിൽ കയറുവോ? നമ്മുടെ മണ്ഡപത്തിൽ കയറാൻ അങ്ങനെ ധൈര്യമുണ്ടോ? അവിടെ കയറണം. അവിടെ കയറിയാൽ നമ്മൾ ഇറങ്ങും. നമ്മൾ ഇറങ്ങിയാൽ ആ തെരഞ്ഞെടുപ്പ് അലങ്കോലമാകും. അലങ്കോലമായാൽ സ്ഥാനാർത്ഥി തോക്കും. ഇതായിരുന്നു സുധാകരന്റെ ബുദ്ധി. അവിടെയും നമ്മൾ പ്രതിരോധം തീർത്തു. അവിടെ എല്ലാം നമ്മൾ പ്രതിരോധം തീർത്തിട്ട് പറഞ്ഞു, സഖാക്കൾ എല്ലാവരും ശാന്തമായിരിക്കുക, ഇത്തരം കുബുദ്ധികൾ എല്ലാവരും ഉണ്ടാവും. നമ്മൾ പിടിച്ചു നിന്നു. നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് സലാം 11,000 മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ആ സഖാവ് സലാം വീണ്ടും ഈ മണ്ണിൽ, ഈ പുന്നപ്രയുടെ മണ്ണിൽ വിജയിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് കോൺഗ്രസുകാരന്റെ കൈകളിലേക്ക് ഈ പതാക കൈമാറാൻ സുധാകരൻ പോയാൽ, സുധാകര ഒരൊറ്റയാൾ ഈ പാർട്ടിയുടെ പിന്നിൽ നിൽക്കുന്ന ഒരാൾ തന്റെ കൂടെ വരുമോ? ഒരാൾ വരുമോ? ഒരു അനുഭാവി വരുമോ? അവരാരും വരില്ല. കാരണം അവരെല്ലാം ഈ പ്രസ്ഥാനത്തെയാണ് സ്നേഹിക്കുന്നത്. ഈ ചെങ്കൊടിയാണ് അവരുടെ ഹൃദയത്തിനകത്ത്. ഈ ചെങ്കൊടിയാണ്. ഈ ചെങ്കൊടിയെ വിട്ടൊരു കളിക്ക് ഈ അമ്പലപ്പുഴയിലെ പാർട്ടി സഖാക്കൾ നിൽക്കില്ല. അതാണ് സത്യം. പുന്നപ്ര വയലാറിന്റെ സമരനായകൻ സഖാവ് VS അച്യുതാനന്ദന്റെ ചരിത്രമുണ്ട് ഈ മണ്ണിൽ. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നമ്മുടെ